ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. അരിപ്പൊടിയും നാളികേരപ്പാലും ചേർത്തിട്ടുള്ള പലഹാരമാണിന്ന്. നല്ല സ്വാദുള്ള പാൽ കൊഴുക്കട്ട. അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് നാളികേരം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ആദ്യം ഇങ്ങനെ ഒന്ന് യോജിപ്പിക്കാം. തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കേണ്ടത്. ആദ്യം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ഈ പൊടികളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും വെള്ളം തിളച്ച് വരും. കുറേശ്ശെയായിട്ട് തിളച്ച വെള്ളം ഒഴിക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തിളച്ച വെള്ളം വേണ്ടി വരും. അരിപ്പൊടിയുടെ രീതി അനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം വേണ്ടി വരും. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കാം. ഇപ്പോൾ തന്നെ സോഫ്റ്റാണ്. കുറച്ച് ചൂടുണ്ട്. എപ്പോഴും നന്നായിട്ട് കുഴയ്ക്കാം. ഇതിൽ നിന്ന് ഒരു കൈ, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഗ്രേവിയിൽ ചേർക്കാനാണ്. ഇനി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം. ഇത്രയ്ക്ക് വലുപ്പത്തിൽ എല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പം എല്ലാം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു. രാവിലത്തെ നേരം കഴിക്കാൻ പറ്റിയ പലഹാരമാണ്. ഇത്രയുണ്ട് ഉരുളകൾ. ഇനി ആവി കയറ്റാം. വെള്ളം തിളച്ചു. സ്റ്റീമറിലേക്ക് എല്ലാം വെച്ചിട്ട് 10 മിനിറ്റ് ആവി കയറ്റണം. തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചതുകൊണ്ട് പകുതി വേവ് അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇനി അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു നാളികേരം പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ്. ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച മാവ് അലിയിച്ച് ചേർക്കാം. കട്ടകളില്ലാണ്ട് നല്ലോണം യോജിപ്പിച്ചിട്ട് ഒഴിക്കാം. അര കപ്പ് പഞ്ചസാര, 6 ഏലക്കായ പൊടിച്ചത്. ഇനി യോജിപ്പിക്കാം. പത്ത് മിനിറ്റായി. നല്ലോണം ആവി കയറിയിട്ടുണ്ട്. വെന്തിട്ടുണ്ട്. ഇനി മാറ്റാം. ചീനച്ചട്ടിയിലേക്ക് 2ാം പാലിൽ മാവ് ചേർത്ത് മിക്സ് ഒഴിച്ചിട്ട് തിളപ്പിക്കാം. അപ്പോൾ കട്ടിയാവും ഒത്തിരി. 2ാം പാലായതുകൊണ്ട് നല്ലോണം തിളയ്ക്കണം. ഇപ്പോൾ കുറുകിയിട്ടുണ്ട്. തിളയ്ക്കുന്നുണ്ട്. ഇനി ആവിയിൽ വേവിച്ച കൊഴുക്കട്ട ചേർക്കാം. തേങ്ങാപ്പാലും മധുരവും എല്ലാം കൊഴുക്കട്ടയിലേക്ക് പിടിക്കണം. 2ാം പാല് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കാം. ഒന്നുകൂടി തിളയ്ക്കട്ടെ. മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞു. കൊഴുക്കട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി 1ാം പാൽ ഒഴിക്കാം. ഒന്നും കൂടി യോജിപ്പിക്കാം. 1ാം പാല് നല്ലോണം ചൂടായിട്ട് ഒരു തിള വന്നാൽ മതി. ഇനി ഓഫ് ചെയ്യാം. നാളികേരപ്പാൽ തിക്കായിട്ടുള്ള ഗ്രേവിയായി. രാവിലെ എന്നല്ല, ഏത് നേരത്തും കഴിക്കാൻ പറ്റിയ പലഹാരമാണ് ഈ പാൽ കൊഴുക്കട്ട. കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.